ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറീസ് ഓഫ് ഐസ. കല്യാണപ്പയ്യന്റെ അമ്മ കയ്യിലേക്ക് വെച്ചു കൊടുത്ത പാൽ ഗ്ലാസ് നോക്കി അവൾ സ്വയം ചിന്തിച്ചു. ഇപ്പോഴും ഇത്തരം ചടങ്ങുകളൊക്കെ ഉണ്ടോ? മോൾ ഇത് എന്താലോചിച്ച് നിൽക്കുക, ചെല്ല്, മോൻ മുറിയിൽ കാണും. അവർ ഒരു ചിരിയോടെ അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പുതിയ വീട്ടിലാണെന്ന ഒരു ഉൾഭയം ആ നിമിഷം അവളിൽ കുറഞ്ഞു വന്നു. ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി തിരികെ ഒരു പുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ അവിടെ നിന്നും നടന്നകന്നു. മുറി ഏതാണെന്ന് കല്യാണം കഴിഞ്ഞു വന്ന് ഡ്രസ്സ് മാറാൻ കയറിയപ്പോൾ കണ്ടിരുന്നു. പുറത്തൊക്കെ ഇപ്പോഴും ആളുകളുണ്ട്, വീടിനുള്ളിലും പലരും പോയി തുടങ്ങിയിരിക്കുന്നു. കല്യാണ വീടിന്റെ ശബ്ദ കോലാഹലങ്ങളൊക്കെ ഒഴിഞ്ഞു തുടങ്ങി. അവൾ പോകും വഴിയെ എല്ലാവരെയും നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് നടന്നു. അടക്കി പിടിച്ചുള്ള ചിരിയും മറ്റും അവൾക്ക് കേൾക്കാമായിരുന്നു. എങ്കിലും ജാള്യത തോന്നിയത് കൊണ്ട് തന്നെ അവൾ പിന്നെ അങ്ങോട്ടേക്ക് നോക്കിയില്ല. ഇനി മുതൽ ഇവിടെയാണ് തന്റെ ജീവിതം, ഇവരൊക്കെയാണ് ഇനി തന്റെ ഒപ്പം ഉണ്ടാവുക. എല്ലാവരുമായും ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കണം. ഏട്ടനെ ഞാൻ ഇന്ന് മണ്ഡപത്തിൽ വെച്ച് കണ്ടപ്പോഴും എന്നും തരുന്ന പുഞ്ചിരി ആ മുഖത്തുണ്ടായിരുന്നു. അതോർക്കവേ അവളിൽ നാണം നിറഞ്ഞു. പരസ്പരം അറിയണം, അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ലാതെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കണം, ഒരുപാട് സ്നേഹിക്കണം. ഞാൻ അർഹിക്കുന്ന സ്നേഹവും ബഹുമാനവും എനിക്കും കിട്ടണം. എൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം ഏട്ടനോട്. ഞാൻ എന്താണോ അങ്ങനെ സ്നേഹിക്കാൻ കഴിയണം ഏട്ടന്. ഒപ്പം ഏട്ടനെയും അതുപോലെ എനിക്ക് സ്നേഹിക്കണം. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് നടക്കവേ അവളുടെ മനസ്സ് നിറയെ ഇനിയുള്ള കുടുംബജീവിതത്തെ പറ്റിയുള്ള ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിരുന്നു. ഇടയ്ക്ക് അച്ഛനെയും അമ്മയും ഓർത്തപ്പോൾ വിഷമവും തോന്നി. ഇനി അവരെ കാണണമെങ്കിൽ ഒരു അതിഥിയെ പോലെ സ്വന്തം വീട്ടിലേക്ക് കയറി ചെല്ലണമല്ലോ എന്ന് ഓർക്കെ അവളിൽ സങ്കടം കലർന്ന പുഞ്ചിരി വിരിഞ്ഞു. അപ്പോഴേക്കും അവൾ മുറിയുടെ മുന്നിൽ എത്തിയിരുന്നു. നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ അവിടേക്ക് കയറി. മുറിയിലെ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അതിനുള്ളിലാകുമെന്ന്. പാൽ ഗ്ലാസ് മേശയുടെ മുകളിൽ വെച്ചുകൊണ്ട് അവൾ കട്ടിലേക്ക് വന്നിരുന്നു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. 2 ദിവസമായി ഉറക്കം പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. കല്യാണത്തിൻ്റെതായ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ തന്നെയാ കാരണം. പരിചയമില്ലാത്ത മുറി ആയതുകൊണ്ട് തന്നെ ഹെഡ് ബോർഡിൽ ചാരി ഇരുന്നു കൊണ്ട് അവൾ മുറിയിലാകെ ഒന്ന് നോക്കി. നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്റെ മുറി ഓർമ്മ വന്നതും അവൾക്ക് ചിരി വന്നു. എന്തൊരു അലങ്കോലമാണ്. എങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ പേരിന് വേണ്ടി വൃത്തിയാക്കും. വീണ്ടും അതേ അവസ്ഥ തന്നെ ആയിരിക്കുമെങ്കിലും മുറി വൃത്തികേടാക്കി ഇടുന്നതിൽ വഴക്ക് പറയുന്ന അച്ഛനെയും അമ്മയും ഒപ്പം തനിക്ക് പാര പണിയാൻ മുന്നിൽ നിൽക്കുന്ന അനിയനെയും ഒക്കെ ഓർക്കെ അവൾക്ക് വീണ്ടും സങ്കടം വന്നു. അനുവാദമില്ലാതെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളെ അവൾ തുടച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇത്രയും നാളും ഒറ്റയ്ക്ക് കിടന്നുകൊണ്ടിരുന്ന താനാണ് ഇന്നു മുതൽ മറ്റാരുടെയോ ഒപ്പം കിടക്കാൻ പോകുന്നത്. അതും വെറും മാസങ്ങൾ മാത്രം പരിചയമുള്ള ഒരാളുമായി. ഇടയ്ക്കിടെ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും അവർ തമ്മിൽ അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. കല്യാണമൊക്കെ പെട്ടെന്നായതിന്റെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായി ഉണ്ടായിരുന്നു. പരസ്പരം നന്നായി അറിയ പോലും ഇല്ലാത്ത ഒരാളുമായി നാളെ മുതൽ ഒരു ജീവിതം തുടങ്ങണമെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പിന്നെ ഞാൻ മാത്രം എന്തിനാ പേടിക്കുന്നേ, അവൾ സ്വയം ചോദിച്ചു. പക്ഷെ സമൂഹം അങ്ങനെയാണെന്ന് കരുതി അതുമായി എല്ലാവരും പൊരുത്തപ്പെട്ടു പോകണമെന്നുണ്ടോ? എനിക്കെന്തോ ആകെ ഒരു വല്ലായ്മ. അവൾ തലവേദനിച്ചു തുടങ്ങിയതും നെറ്റിയിൽ കൈ കൊടുത്തുകൊണ്ട് കണ്ണടച്ചിരുന്നു. പെട്ടെന്ന് ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി അവൻ വരുന്ന ശബ്ദം കേട്ട് അവൾ കണ്ണു തുറന്ന് നേരെ ഇരുന്നു. അവനെ കണ്ടതും അവൾ അവനായി ഒരു പുഞ്ചിരി നൽകി തിരികെ അവനും. അവൾക്കൊന്ന് ഫ്രഷ് ആകണമെന്നുണ്ടായിരുന്നു. ചുറ്റിയിരിക്കുന്ന ഈ സാരിയൊക്കെ അഴിച്ച് കളഞ്ഞ് നൈറ്റ് ഡ്രസ് എങ്ങാനും എടുത്തിടണമെന്ന് ആഗ്രഹം തോന്നി. എങ്കിലും ഒന്നും മിണ്ടാതെ അവൾ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മേശയുടെ മോൾ വെച്ചേക്കുന്ന പാൽ ഗ്ലാസ് ചൂണ്ടിക്കാട്ടി. ദേ, പാൽ അവിടെ വെച്ചിട്ടുണ്ട്, അമ്മ തന്നു വിട്ടതാ, ഞാൻ കുടിക്കില്ല, ഏട്ടൻ കുടിച്ചോ. ആഹാ, തനിക്ക് പാൽ ഇഷ്ടമല്ലേ? അല്ല, എനിക്ക് കാച്ചിയ പാലിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. അതെന്താടോ അങ്ങനെ? ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് അല്ലേ? അവൾ ഒന്നും മിണ്ടിയില്ല. പകരം ഒരു ചിരി മാത്രം നൽകി മറ്റെങ്ങോട്ടോ കണ്ണു വായിച്ചു. അവൻ ആ പാൽ ഗ്ലാസ് കയ്യിലേക്ക് എടുത്തുകൊണ്ട് അതിൽ നിന്നും പകുതി കുടിച്ചു. ബാക്കി അവൾക്ക് മുന്നിലായി കൊണ്ടുചെന്ന് നീട്ടി. ഏയ്, എനിക്ക് വേണ്ടേട്ടാ, എനിക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെയൊന്നും പറയണ്ട, ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഇതൊക്കെ അതിന്റെ ഒരു ചടങ്ങായി കൂട്ടിയാൽ മതി. ഇല്ല, വേണ്ട, എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും. ഒന്നുമില്ല, താൻ അങ്ങോട്ട് കുടിച്ചേ, ഞാൻ കുടിച്ചതിന്റെ പാതി കുടിച്ചേ പറ്റുള്ളൂ. ഈ ഷെയറിംഗ് എന്ന് വെച്ചാൽ ഒരാളുടെ ഇഷ്ടങ്ങളെ മറ്റൊരാളിൽ അടിച്ചേൽപ്പിക്കുക എന്നല്ല എന്ന് അവൾക്ക് പറയാൻ തോന്നിയെങ്കിലും മൗനം പാലിച്ചു. അവൾക്ക് അവൻ നിർബന്ധിക്കുന്നത് തീരെ ഇഷ്ടമായിരുന്നില്ലെങ്കിൽ കൂടി കെട്ടുകഴിഞ്ഞ ഉടനെ തന്നെ മുഷിപ്പിക്കേണ്ട എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് വാങ്ങി എങ്ങനെയൊക്കെയോ ഒരു കവിൾ കുടിച്ചു. വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായെങ്കിലും അവൾ കഷ്ടപ്പെട്ട് പിടിച്ചിരുന്നു. ഗുഡ് ഗേൾ, ഇത്രയേ ഉള്ളൂ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ഗ്ലാസ് വാങ്ങി തിരികെ മേശയുടെ പുറത്തേക്ക് വെച്ചു. അവൾക്ക് വല്ലാത്ത വീർപ്പുമുട്ടൽ അനുഭവപ്പെട്ടു. എന്തോ താൻ ആഗ്രഹിച്ചത് ഇങ്ങനെയൊന്നുമല്ല എന്നൊരു തോന്നൽ.
എനിക്ക് നല്ല ഹെഡേക്ക് ഉണ്ട് ഏട്ടാ, ഞാനൊന്ന് കിടക്കട്ടെ, നല്ല ക്ഷീണം. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലിൽ നേരെ കയറി കിടന്നു. അവൻ പെട്ടെന്ന് അവളെ പിടിച്ചു വലിച്ചു കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. ഷോ, താൻ എന്താടോ ഇങ്ങനെ എന്നും ചോദിച്ചുകൊണ്ടുള്ള അവന്റെ പെട്ടെന്നുള്ള പ്രവൃത്തി അവളെ ഒന്ന് ഞെട്ടിച്ചു. അത് അവളുടെ മുഖത്തും പ്രകടമായിരുന്നു. എന്താ? അവന്റെ കയ്യിൽ ഞെരിഞ്ഞമർന്ന തന്റെ കൈ വിടുവിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, താൻ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ എങ്ങനെയാ? അവന്റെ വഷളത്തരം നിറഞ്ഞ നോട്ടത്തോടെയുള്ള ചോദ്യം കേട്ട് അവൾ ഞെട്ടി. എന്താടോ താൻ ഒന്നും അറിയാത്ത പോലെ, താനിങ്ങ് വന്നേ. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ ബലമായി തന്നെ തന്റെ അടുക്കലേക്ക് ചേർത്ത് പിടിച്ചു. അവൾക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. അവന്റെ ആ ചേർത്ത് പിടിക്കലിൽ അവനിൽ നിന്നും അവൾക്ക് കാമം എന്ന വികാരമല്ലാതെ മറ്റൊന്നും അനുഭവിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൾ അവനെ തന്നിൽ നിന്നും സർവ്വശക്തിയും എടുത്ത് പിന്നിലേക്ക് കൈകൊണ്ട് തള്ളി മാറ്റി അവനിൽ നിന്നും സ്വാതന്ത്ര്യമായി. അവളുടെ പ്രവൃത്തികളുടെ ഇഷ്ടക്കേട് അവന്റെ മുഖത്തും പ്രകടമായിരുന്നു. എന്തു പറ്റി? താൻ എന്തിനാ എന്നെ തള്ളി മാറ്റിയത്? ഞാൻ തന്റെ ഭർത്താവല്ലേ, ഞാനൊന്ന് ഹഗ് ചെയ്താൽ ഇപ്പൊ എന്താ? ഏട്ടാ പ്ലീസ്, നമ്മൾ തമ്മിൽ ആകെ കഷ്ടിച്ച് 2 മാസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പരസ്പരം അറിഞ്ഞിട്ടില്ല, മനസ്സുകൊണ്ട് അടുത്തിട്ടില്ല, പിന്നെങ്ങനെയാ ശരീരം കൊണ്ട് ഒന്നാകുന്നത്? ഇന്നൊരു രാത്രി കഴിയുമ്പോൾ ഈ അപരിചിതം ഒക്കെ മാറും. നോ, എനിക്ക് പറ്റില്ല, ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല. ആദ്യം നമുക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ചു തുടങ്ങാം, പിന്നെ എപ്പോഴെങ്കിലും ഇതൊക്കെ നാച്ചുറലായി സംഭവിക്കുന്നതല്ലേ. താൻ ഇത് എന്തൊക്കെയാണോ പറയുന്നത്? താൻ പറഞ്ഞ പോലെ ആയിക്കോട്ടെ, പരസ്പരം അറിയാം, സ്നേഹിക്കാം. ബട്ട് ഇന്നൊന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലുള്ള കുഴപ്പം എന്താ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റില്ല. പെട്ടെന്നൊരാളുമായി സെക്സിൽ ഏർപ്പെടാനൊന്നും എനിക്ക് താല്പര്യമില്ല. പ്ലീസ്, ഐ സെഡ് നോ, ദാറ്റ് മീൻസ് നോ. അവൾ എതിർപ്പോടെ മുഖം തിരിച്ചു. അവനിൽ വല്ലാത്ത ദേഷ്യമുണ്ടാക്കി. തന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ അവന്റെ ഈഗോയ്ക്ക് തോന്നിയതും അവൻ ദേഷ്യത്തോടെ അവളുടെ മാറിൽ നിന്നും സാരി തലപ്പ് വലിച്ചു മാറ്റാൻ തുടങ്ങി. അവളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അവൻ അവളെ ബലമായി പ്രാപിക്കാൻ സജ്ജമാവുകയായിരുന്നു. പിന്നുപൊട്ടി സാരി മാറിയതും അവന്റെ കഴുകൻ കണ്ണുകൾ അവളുടെ ശരീരത്തെ കൊത്തി തിന്നാൻ തുടങ്ങി. അവന്റെ കവിളിലേക്ക് പറ്റുന്ന രീതിയിൽ അവൾ ശക്തിയായി അടിച്ചു. അവൻ അവളെ തിരികെ അടിക്കാൻ മുടിക്ക് കുത്തിപ്പിടിച്ചതും അവൾ അവനെ എങ്ങനെയൊക്കെയോ തള്ളി മാറ്റിക്കൊണ്ട് വാതിൽ ലക്ഷ്യമാക്കി ഓടി. മുറിയുടെ കതക് തുറന്ന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അവൾ പുറത്തേക്കിറങ്ങി. സാരി തലപ്പെടുത്ത് മാറി മറച്ചുകൊണ്ട് അവൾ മുന്നോട്ട് ഓടാൻ തുടങ്ങിയതും അവൻ അവളുടെ മുടിയിലേക്ക് പിടിച്ചു വലിച്ചുകൊണ്ട് അകത്തേക്ക് അവളെ തള്ളിയിടാൻ ശ്രമിച്ചു. ആ അമ്മ! അവൾ അറിയാതെ തന്നെ ഉറക്ക വേദന കൊണ്ട് നിലവിളിച്ചു പോയി. ശബ്ദം കേട്ട് തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് കയറിപ്പോയ അമ്മ ഇറങ്ങി വന്നു. അവിടെ കണ്ട കാഴ്ച അവരെ നടുക്കി. അവൻ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുമ്പോൾ അതിന്റെ വേദനയിൽ പിടഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ നിലവിളിക്കുന്ന അവളെ കാണെ ആ അമ്മ ഓടി വന്ന് അവന്റെ കയ്യിൽ നിന്നും അവളെ സ്വതന്ത്രമാക്കി. അപ്പോൾ തന്നെ അവർ അവന്റെ മുഖം അടച്ചൊരടി കൊടുക്കുകയും ചെയ്തു. അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടിയതും അവൻ പകയോടെ പേടിച്ച് അവരുടെ പുറകിൽ നിന്നും ഏങ്ങിക്കറിയുന്ന അവളെ നോക്കി. ശബ്ദം കേട്ട് അപ്പോഴേക്കും അവന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്ന അടുത്ത ചില ബന്ധുക്കളായ 2-3 പേരും കൂടി വന്നു. അവിടുത്തെ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിന്നുപോയി. എന്താ എന്താ മോളെ, എന്താ പറ്റിയത്? ആ അമ്മയുടെ തോളിൽ തല വെച്ച് കരയുന്ന അവളെ നോക്കി അവന്റെ അച്ഛൻ ചോദിച്ചു. ഇയാൾ എന്നെ ബാക്കി മുഴുവിപ്പിക്കാതെ അവൾ കരഞ്ഞു. ഷോ, ഇതിനൊക്കെ ഇങ്ങനെ നിലവിളിച്ച ആളെ കൂട്ടണോ? ഇതൊക്കെ കല്യാണം കഴിഞ്ഞാൽ സാധാരണയല്ലേ? പിന്നെന്താ കൊച്ചെ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി ആ കൊച്ചനെ നാണം കെടുത്തുന്നത്? കൂട്ടത്തിൽ നിന്ന ഒരു മുതിർന്ന സ്ത്രീ കാര്യം മനസ്സിലാക്കിയതുപോലെ പറയുന്നത് കേട്ട് അവൾക്ക് അത്ഭുതവും ഞെട്ടലും ഉണ്ടായി. ഇയാൾ എന്റെ സമ്മതമില്ലാതെയാ എന്നെ തൊടാൻ നോക്കിയത്. ഹി ട്രൈ ടു റേപ്പ് മീ. അപ്പോഴേക്കും കണ്ണീർ തുടച്ചുകൊണ്ട് അവൾ നേരെ നിന്നു. ദേഷ്യം വരുന്നുണ്ടായിരുന്നു അവൾക്ക്. ഈ കൊച്ചിത് എന്തൊക്കെയാ പറയുന്നത്? റേപ്പോ? അത് നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ, അവന് നിന്നെ തൊടാൻ നിന്റെ അനുവാദം വേണോ? നിങ്ങളും ഒരു സ്ത്രീ തന്നെയല്ലേ? ഒരു താലി കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇയാളുടെ ഭോഗവസ്തു ആയെന്നാണോ? നോ എന്ന് പറഞ്ഞാൽ നോ എന്ന് തന്നെ അർത്ഥം. പിന്നെ ഈ കഴുത്തിൽ കിടക്കുന്ന മഞ്ഞച്ചരടിന്റെ ബലത്തിലാണ് ഇയാൾ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയതെങ്കിൽ ഇങ്ങനെ ഒരു മഞ്ഞച്ചരട് ഞാൻ വേണ്ടെന്ന് വെക്കും. എന്നെ റേപ്പ് ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഈ താലിച്ചരട്. അവൾ കഴുത്തിലെ താലി ഊരി അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അവനും അതിൽ ഒന്ന് പതറി. മോളെ! അവന്റെ അമ്മ നിറ കണ്ണുകളോട് അവളെ നോക്കി. അമ്മ എന്നോട് ക്ഷമിക്കണം. ഭാര്യയെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാളോടൊപ്പം ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇങ്ങനെ സ്വന്തം ഇഷ്ടങ്ങളെ എന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. അഹങ്കാരി! അവൾ പറയുന്നത് കേട്ടില്ലേ? ഇതുപോലെ ഒന്നിനെ വീട്ടിൽ വാഴിക്കാത്തത് തന്നെയാ നല്ലത്. ആ സ്ത്രീ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് ചിരിച്ചു. ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കാൻ എന്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടില്ല. സ്ത്രീയുടെ ശത്രു സ്ത്രീ തന്നെയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. ഒരടി അങ്ങ് വെച്ചു കൊടുക്കടാ അവൾക്ക്. അവളുടെ അഹങ്കാരം അതോടെ തീരണം. അവർ അവനെ നോക്കി പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവളെ നോക്കി. എന്റെ ദേഹത്തെങ്ങാനും തൊട്ടാൽ പിന്നെ താൻ വിവരം അറിയും. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അവനെ മാറ്റി നിർത്തി മുറിക്കുള്ളിലേക്ക് പോയി ഫോൺ എടുത്തു. അവളുടെ അച്ഛനെ വിളിച്ചു. അച്ഛാ, പെട്ടെന്ന് വാ. അവളുടെ ശബ്ദം വിതുമ്പി പോയിരുന്നു അപ്പോഴേക്കും.
അയാൾ തിരിച്ചു വല്ലതും പറയും മുൻപേ അവൾ ഫോൺ കട്ട് ചെയ്തു. കൊണ്ടുവന്ന വസ്ത്രങ്ങളും സ്വർണങ്ങളും എല്ലാം ഒരു പെട്ടിയിലാക്കി അവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇതെന്താ മോളെ, കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ? ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, നമുക്ക് പറഞ്ഞു തീർക്കാം. മോള് വിചാരിച്ചാൽ അവനെ മാറ്റിയെടുക്കാൻ പറ്റില്ലേ? ഇത്രയും വർഷം വളർത്തിയ അമ്മയ്ക്ക് മകനെ നേർവഴിക്ക് നടത്താൻ പറ്റിയില്ല, പിന്നെ ഞാൻ എങ്ങനെ നേരെയാക്കാനാ? മാത്രമല്ല, ഞാൻ കല്യാണം കഴിച്ചത് ഒരു കുടുംബമായി ജീവിതാവസാനം വരെ പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും കൂടെ ജീവിക്കാനാണ്, അല്ലാതെ ആരെയും നന്നാക്കാൻ വേണ്ടിയല്ല. എല്ലാവരും തമ്മിൽ അവിടെ സംസാരമുണ്ടായി. അവളെ കുറ്റപ്പെടുത്താനായിരുന്നു ആളുകൾ കൂടുതൽ. അപ്പോഴും അവൾ പതറിയില്ല. 30 മിനിറ്റിൽ അവളുടെ അച്ഛൻ അവിടെ എത്തി. കാര്യങ്ങളെല്ലാം അറിഞ്ഞതും അയാളുടെ വകയും അവനൊരടി കിട്ടി. അവളെ പറഞ്ഞ് തിരുത്തുമെന്ന് പ്രതീക്ഷിച്ചവർക്കെല്ലാം കിട്ടിയ അടി പോലെയായിരുന്നു അത്. മാരിറ്റൽ റേപ്പ് ഇസ് എ ക്രൈം. ആരൊക്കെ അതിനെ ന്യായീകരിച്ചാലും എന്റെ മോൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. ബാ മോളെ, പോകാം. അവൾ അച്ഛനൊപ്പം തലയുയർത്തിപ്പിടിച്ച് ആ വീട്ടിൽ നിന്നും ഇറങ്ങി. തന്റെ അച്ഛനെ ഓർത്ത് അവൾക്ക് അഭിമാനം തോന്നി. ഒരുപക്ഷെ അച്ഛൻ തള്ളി പറഞ്ഞിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഇറങ്ങി പോകാൻ വരെ അവൾ മനസ്സുകൊണ്ട് തയ്യാറായിരുന്നു. അവിടെ നിന്നും ഇറങ്ങി പോകുന്ന ആ അച്ഛനെയും മകളെയും അവർ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത്. മാരിറ്റൽ റേപ്പ് ഇസ് ഓൾസോ റേപ്പ്, സോ ഡോണ്ട് ജസ്റ്റിഫൈ ദാറ്റ് ക്രൈം, ബി ബ്രേവ്.